ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണ്, എനിക്ക് സുഖമാണ്. ഇന്ന് എന്തൊക്കെയായിരുന്നു കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവരും വീട്ടിലിന്ന് ഫ്രീ ആയിട്ട് നിന്ന് അടിച്ചു പൊളിച്ചോ? എനിക്ക് ഇന്ന് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോകണമായിരുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്, ആരാണെന്ന് എനിക്കറിയില്ല, ഒരു ചാനലാണെന്നാണ് തോന്നുന്നത്, പറഞ്ഞു ഞാൻ എന്നും പറയത്തില്ല ഇന്നത്തെ വിശേഷങ്ങളെന്ന്, നാളത്തെ വിശേഷം പറയണമെന്ന്. അത് കാരണം നാളത്തെ വിശേഷം പറയാൻ പറ്റിയില്ല. സോ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല, പിന്നെ ഇന്നാണ് കാണുന്നത്. വീഡിയോ ഇടാൻ ഇടയ്ക്കൊക്കെ അങ്ങ് മടി വരും, ചുമ്മാ അങ്ങ് മടിക്കും, അതാ കാര്യം. അങ്ങനെ പിന്നെ ഇന്നാണ് വന്നത്. അപ്പോഴേ നമ്മൾ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല. നമുക്ക് ഇപ്പോൾ എന്ത് തോന്നും, ഇപ്പം തോന്നുന്നതായിരിക്കത്തില്ല നാളെ തോന്നുന്നത്, കുറച്ച് സമയം കഴിഞ്ഞ് തോന്നുന്നത്. അന്നേരം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ മാറ്റം വരും. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. നമ്മൾ വിചാരിക്കുന്ന കണക്കൊന്നും കാര്യങ്ങൾ വരണമെന്നില്ല. നമ്മളിങ്ങനെ ഓരോന്ന് വിചാരിക്കാനേ പറ്റൂ. ദൈവം ഓരോന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ കാര്യങ്ങൾ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് എനിക്കിപ്പം ചെയ്യണമെന്ന് തോന്നുന്നത്, കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സ് മാറുന്നത്. അങ്ങനെ ഇന്നലെ വീഡിയോ ഇട്ടില്ല, പിന്നെ ഇന്ന് വീഡിയോ ഇടുകയാണ്. ഞാൻ ഇന്ന് ഒരു സ്ഥലത്തൊക്കെ പോയി. ഒരിടത്ത് ഒരാണ്ടായിരുന്നു, ഒരമ്മ മരിച്ചു, അതിന് പോയി. കാരണം നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ള ഫങ്ഷനൊക്കെ ചടങ്ങുകൾക്കൊക്കെ നമ്മൾ പങ്കെടുക്കണം. നമ്മൾ വല്ലപ്പോഴുമെങ്കിലും നമ്മുടെ ആളുകളെയൊക്കെ ഒന്ന് കാണുകയും ഒന്ന് മിണ്ടുകയും നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെയും പണ്ടത്തെ ആളുകളെയും എല്ലാം ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുമ്പം ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളിലേ നടക്കത്തുള്ളൂ, അല്ലാതെ നമ്മളെങ്ങും പോകുന്നില്ല. അപ്പോഴ് നമ്മുടെ ഒരു സന്തോഷമാണ്. എല്ലാവരും കൂടെ ഉള്ള ഒരു കൂടിച്ചേരലെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളെയാണ്. അതുകൊണ്ട് ആ അവസരം നമ്മൾ പരമാവധി പങ്കെടുക്കുക. അതാണ് നമുക്ക് ചെയ്യാവുന്നത്. എന്തൊരു കാര്യമായാലും, ഏത് ഫങ്ഷനായാലും നമ്മളെ വിളിക്കുന്നിടത്ത് നമ്മൾ പോവുക, പങ്കെടുക്കുക. നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നു. ഇന്നിരുന്ന് ഈ പറയുന്ന ഞാൻ നാളെ കാണുമെന്നൊരു ഉറപ്പുമില്ല. ആ സ്ഥിതിക്ക് നമ്മളങ്ങനെ പോകണം. നമുക്ക് ഈ അവധിയൊക്കെ കിട്ടുമ്പോഴാണ് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുമ്പോഴെല്ലാം പോവുക. അതാണ് വേണ്ടുന്നത്. അങ്ങനെ കുറച്ച് ദൂരെയാണ് പോയത്. വളരെ മനോഹരമായ ഒരു സ്ഥലം. നമ്മുടെ ഒരു നല്ല ഭൂപ്രകൃതിയും നല്ല കൃഷിയും നല്ല റബ്ബറും ഒക്കെയുള്ള ഒരു മലയോര പ്രദേശമൊക്കെ ആയിട്ടുള്ള സ്ഥലത്താണ് പോയത്. കോന്നിയിലാണ് പോയത്. കോന്നിയിൽ ഒരുപാട് കാണാനുണ്ട്. കിടിലം സൈഡ് വ്യൂ, എല്ലാ സൈഡിലെ കാഴ്ചകളും എല്ലാം അടിപൊളിയാണ്. പിന്നെ ഒരു മരം കണ്ടു. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ കൃഷി പോലെ ഉണ്ട്. ഒത്തിരി 2.5 ഏക്കറോളം സ്ഥലത്ത് കൃഷി ആണ്. അവിടെ ഞാൻ കണ്ടു. ഇന്ന് ആദ്യമായിട്ട് ഇത്രയും കാലത്തിനകം വെച്ച് ഇന്ന് വരെ ഞാൻ ആ മരം കണ്ടിട്ടില്ല. ഞാൻ എല്ലാവർക്കും വീഡിയോയും ഒരെണ്ണം ഇടുകയും ചെയ്തു. പക്ഷേ അതാരും കണ്ടാന്തോ, ഇപ്പോൾ അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. മാങ്കോസ്റ്റിൻ്റെ മരം ഞാനിതുവരെയും കണ്ടിട്ടില്ല. മാങ്കോസ്റ്റിൻ പിടിച്ച് നിൽക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ, ഞാനിത് എന്തൊരു കായാണെന്ന് വെച്ചപ്പോൾ പറഞ്ഞ് മാങ്കോസ്റ്റിനാണെന്ന്. അയ്യോ, എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഇന്നത്തെ കണ്ടൻറ്റ് കിട്ടിയല്ലോ എന്ന്. എവിടെ ചെന്നാലും ഇതാണ് ചിന്ത. ഇന്ന് എന്തൊരു കണ്ടൻറ്റ് ഒപ്പിക്കുക എന്നുള്ള ചിന്തയാണ്. എന്നാൽ ഈ കണ്ടൻറ്റുകൾ ഇടുന്നത് കൊണ്ട് എന്തേലും പ്രയോജനമുണ്ടോ? ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കുന്നു, ഇടുന്നു. പക്ഷേ വലിയ മെച്ചമൊന്നുമില്ല. എന്നാലും എൻ്റെ ഡേ ടു ഡേ ലൈഫിൻ്റെ ഒരു ഭാഗമായി മാറി ഓരോ ദിവസവും ഒരു വീഡിയോ ഇടുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ തന്നെ കണ്ടെത്തുന്ന കണ്ടൻറ്റുകൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു. നോക്കിയപ്പം കാണാം, നിൽക്കുന്നു മാങ്കോസ്റ്റിൻ മരം നിറയെ പിടിച്ചിരിക്കുന്ന കായ്കൾ. പച്ച നിറത്തിലാണ്, ചിലതൊക്കെ മഞ്ഞ നിറത്തിലും കാണുന്നു. ഞാനതിൻ്റെ എല്ലാം ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് എനിക്കിതിനെ കണ്ടപ്പോൾ എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യ. മാങ്കോസ്റ്റിനും തന്നു, നല്ല കുറേ മാങ്കോസ്റ്റിൻ. അത് കഴിച്ചില്ല, ഇവിടെ ഇരിപ്പുണ്ട്.
ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിപ്പോയി മാങ്കോസ്റ്റിൻ കണ്ടത്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഓരോരോ എക്സ്പീരിയൻസാണ്, ഓരോ അറിവുകളാണ്, ഓരോ പുതുമകളാണ്. ഓരോ ആളുകളെയും ഓരോ ഇടത്ത് ഓരോന്നാണ് ആളുകൾ വളർത്തുകയും നടുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ഒരു മോട്ടിവേഷനാണ് എന്നും പറഞ്ഞ് ഞാൻ കൊണ്ടുവന്ന് മാങ്കോസ്റ്റിൻ നട്ടാൽ അത് പിടിക്കണമെന്നില്ല. അതൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പിടിക്കും. അങ്ങനെ ഇന്നത്തെ യാത്ര ഇതൊക്കെയായിരുന്നു. പിന്നെ കുറേ ചെടികളുള്ള സ്ഥലത്ത് പോയി അവിടെ നിന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. അത് ഞാൻ ഇട്ടായിരുന്നു. അത് അത്രയ്ക്കൊന്നും ആരും കാണത്തില്ല. കാരണം എന്താണെന്നറിയാമോ, ഞാൻ മുമ്പ് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നതും ഈ അങ്ങനെ ചെടികളുടെ ഇടുന്നതൊന്നും വലിയ ആരും കാണത്തില്ല. അല്ലാതുള്ള വീഡിയോസേ കാണത്തുള്ളൂ. കാരണം അതൊരുപാട് ഇട്ടിട്ട് ഇപ്പം അതങ്ങ് അതിനൊരു ആർക്കും കാണാനൊരു താല്പര്യം ഇല്ലാതായി. അതുകൊണ്ട് അത് ഇടാതിരിക്കുന്നതാണ് നല്ലത്. എന്നാലും നല്ല സ്ഥലമൊക്കെ ആയതുകൊണ്ട് ഞാനങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. ആരെങ്കിലും കണ്ടാലും ഇല്ലെങ്കിലും അങ്ങ് ഇട്ടു. പിന്നെ അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ സന്ധ്യയ്ക്കാണ് വന്നത്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇവിടെ ഇരുന്ന് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പോഴാണ് നടന്നത്. ഞാൻ ഓരോന്നിങ്ങനെ കണ്ടിരിക്കുമ്പോഴാണ് രസം. ഓരോ റീൽസുകൾ കണ്ടാൽ മനുഷ്യൻ സഹിക്കത്തില്ല. ഈ ആളുകളൊക്കെ ഇതെന്തോന്നെന്തോ ഉദ്ദേശിക്കുന്നത്. പണ്ട് എന്തുവാ കാട്ടിൽ കായും കനികളും തിന്ന് ആദിമ മനുഷ്യ എങ്ങനെ ആരംഭത്തിൽ ഈ ലോകത്ത് ജീവിച്ചെന്നുള്ള രീതിയിലേക്കായിപ്പോയി. ഇപ്പം ആ രീതിയിലോട്ടായിക്കൊണ്ടിരിക്കുകയാണ് ആളുകളുടെ വേഷവിധാനം. കാരണം ആളുകൾക്ക് ലേഡീസിന് മിക്കവാറും ഉള്ളൂ. ഞാൻ തന്നെ ഒരു ലേഡിയാണ്. ഞാൻ തന്നെ ഇരുന്ന് പറയണമെങ്കിൽ എനിക്കിത് കാണുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടക്കേടാണെന്ന് വിചാരിക്കണം. ഇത് കാണുന്നത് ഇങ്ങോട്ട് ഓരോ റീലെടുക്കുമ്പോഴും ഇപ്പോഴത്തെ ട്രെൻഡെന്ന് പറയുന്നത് എൻ്റെ അമ്മ ഒന്നും പറയണ്ട. കാണുന്നവരുടെ എന്തൊരു അവർക്ക് തന്നെ ഉള്ള അഭിമാനം പോകുന്ന കണക്കായി ഇതിൻ്റെ ഒരു പോക്ക്. ആളുകളുടെ ലേഡീസിൻ്റെ വേഷവിധാനം കുറേ താരങ്ങളെന്നും പറഞ്ഞങ്ങ് ഇറങ്ങും. കുറേ അവിടെ ഇവിടെയുള്ള കുറേ ഡ്രസ്സുമൊക്കെ ഇട്ട് എന്നിട്ട് പിന്നെ അതിൻ്റെ ഒരു പൊത്തിപ്പിട്. അത് ആളുകൾ പച്ചയായ രീതിയിൽ പല രീതിയിൽ വ്യാഖ്യാനിച്ച് പിന്നെ അതിനെപ്പറ്റി ഓരോ ചാനലുകൾ അതിൻ്റെ പറ്റി ഇടുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അല്ലാതെ ഇത് അവസാനം എനിക്ക് തോന്നുന്നത് ആരംഭത്തിൽ ഉള്ള കണക്കായി പോവും ഈ കണക്കിന്. ഇങ്ങനെ ഇറങ്ങി തിരിച്ചാൽ എന്ത് ചെയ്യും ആളുകൾ? ഒരു ഉളുപ്പുമില്ലാതെ ഇതൊക്കെ ഇട്ട് ഇങ്ങനെ വന്നങ്ങ് സദസ്സിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഇവർക്കുള്ള ചങ്കൂറ്റത്തിന് സമ്മതിച്ചേ പറ്റൂ. ഇപ്പം ഇത് കാണുന്നതുകൊണ്ടാണ് ഈ പറയേണ്ടി വരുന്നത്. ഇതിങ്ങനെ നമ്മൾ ഓരോന്നിരുന്ന് ഇങ്ങനെ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ കാണാം നമ്മുടെ എന്തുവാ രേണുസുതിയെ പരാതിയും കൊണ്ട് പോയി. അത് കുറേ വിഷയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതായിരുന്നു. രേണുസുതി പോയി പൊട്ടിക്കരഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന കാഴ്ചകൾ. രേണുസുതി നല്ല ബോൾഡായിട്ടുള്ളൊരു ലേഡിയാണ്. ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് മുന്നോട്ട് ജീവിച്ച് പോകുന്നു. അപ്പോൾ ആദ്യമേ പറഞ്ഞു എന്നെ വരുമൊക്കെ ഈ കമൻ്റ് ഇടുന്നതൊന്നും എന്നെ ബാധിക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ പോകേണ്ട കാര്യമില്ല. കാരണം ഈ കമൻ്റ് ഇടുന്നതൊന്നും ബാധിക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ പരാതിയും കൊണ്ടൊന്നും പോകേണ്ടിയിരുന്നില്ല. പോയാൽ സത്യത്തിൽ ഇക്കാലത്ത് പരാതിയായിട്ടൊന്നും പോകാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അതാണ് നല്ലത്. മാക്സിമം നമ്മൾ ഒഴിവാവുക, പലതിൽ നിന്ന് നമ്മൾ തന്നെ ഒഴിവായി പോവുക. അങ്ങനെ പോകുന്നതാണ് നമുക്ക് നല്ലത് എന്നാണ് തോന്നുന്നത്.
ഒരു കാര്യം കൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ കമൻറ്റുകളെല്ലാം വരും പോസിറ്റീവ് കാരണം ഓരോ മനുഷ്യൻ്റെയും ചിന്താഗതികൾ വേറെ വേറെയാണ്. ഒരു കാര്യത്തെ പറ്റി ഒരാൾ ചിന്തിക്കുന്ന കണക്കല്ല മറ്റൊരാൾ ചിന്തിക്കുന്നത്. അന്നേരം നമുക്കിഷ്ടമുള്ളത് ചെയ്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോവുക. കമൻറ്റുകൾ വരും പോകും, ചിലതൊക്കെ നല്ല ഗുണം ചെയ്യും, ചിലതൊക്കെ നമുക്ക് ഇഷ്ടക്കേടുകളും ബുദ്ധിമുട്ടും ഉണ്ടാക്കും. അന്നേരം അതിനും പ്രതികരിക്കാം. അതിന് അങ്ങനെ പോകണമെന്നില്ല. പോലീസ് സ്റ്റേഷനിലൊന്നും പോകാതിരിക്കുന്നതാണ്, ലേഡീസ് ഒക്കെ പോകാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ മാക്സിമം എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. കമൻ്റൊക്കെ ആളുകൾ ഇട്ടുകൊണ്ടിരിക്കട്ടെ, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക. ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇന്ന് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നുമില്ല. ഞാൻ ഇപ്പം ഉറങ്ങാൻ പോയ എല്ലാവർക്കും ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഇടുന്നത്. എല്ലാവരും ഒന്നും വീഡിയോ കാണണമെന്നില്ല, എന്നാലും ഞാൻ ഒന്നും പറയുന്നില്ല. അവരവരുടെ ഇഷ്ടമല്ലേ വീഡിയോ കാണുന്നത്. ഞാൻ പോകുന്നു. എല്ലാവർക്കും നാളെ നല്ലൊരു ദിവസമാകട്ടെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.